നെയ്ത്തേങ്ങ, അതായത് തേങ്ങയിൽ നെയ്യ് നിറയ്ക്കുമ്പോൾ എന്തൊക്കെ പ്രത്യേകതകളാണുള്ളതെന്നറിയാമോ? ഈ നെയ്യെന്ന് പറയുന്നത് നമ്മുടെ പ്രാണൻ്റെ പ്രതീകമാണ്. ഈ നെയ്യ് വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുന്നത് വഴി നമ്മുടെ ജീവാത്മാവ് അല്ലെങ്കിൽ പ്രാണനായ നെയ്യും പരമാത്മാവും ഒന്നാവുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിന് പുറത്തുള്ള ആ ഒരു ഔട്ടർ ഷെല്ലുണ്ടല്ലോ, അതായത് നാളികേരവും ചിരട്ടയും, ഇത് നമ്മുടെ ശരീരമാണെന്നാണ് വ്യാഖ്യാനിക്കുന്നത്. നമ്മൾ ആഴിയിൽ ഇതിനെ കത്തിച്ച് ഇറങ്ങി വരുമ്പോൾ അല്ലെങ്കിൽ ആ തൊഴുത് മടങ്ങി വരുമ്പോൾ ഇവിടെ നമ്മുടെ ശരീരത്തെ ദഹിപ്പിക്കുന്നു എന്നാണ് വിശ്വാസം. അതായത് നമ്മുടെ അശുദ്ധങ്ങളായിട്ടുള്ള കാമക്രോധ ലോഭമോഹങ്ങളെയും മതമാത്സര്യങ്ങളെയും എല്ലാറ്റിനെയും നശിപ്പിച്ച് ശുദ്ധാത്മാവായാണ് നമ്മൾ സ്വാമിയെ കണ്ട് തിരിച്ചു വരുന്നത് എന്നാണ് വിശ്വാസം. ഇനി നമ്മൾ നിറയ്ക്കുന്ന നാളികേരം, ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇതിന് താഴെയായിട്ടാണ് ബ്രഹ്മാവ് അധിവസിക്കുന്നത്, മധ്യത്തിലായി വിഷ്ണു, അതുപോലെ 3 കണ്ണുകളുണ്ടല്ലോ അതിന് താഴെയായിട്ട് കഴുത്തായാണ് സങ്കല്പിക്കുന്നത്. ആ ഭാഗത്താണ് ഇത്രേ ശിവനുള്ളത്. ഇനി ഈ 3 പേരുടെയും ഭാര്യമാരായ ലക്ഷ്മി, സരസ്വതി, പാർവതി, ഈ 3 പേരും ഇതിൽ കൂടിയിരിക്കുന്നു. അങ്ങനെ 6 ദേവതാ സങ്കല്പങ്ങളാണ് ഈ നാളികേരത്തിന് ഉള്ളത്.